നമസ്തേ, ജ്യോതിഷജാലകം ചാനലിലേക്ക് സ്വാഗതം. 2024 പുതുവർഷത്തിൽ ധനം വാരിക്കൂട്ടുന്ന 7 നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? 2024 പുതുവർഷത്തിലേക്ക് കാലെടുത്തു വയ്ക്കുകയാണ്. ഈ വർഷം സമ്പൽ സമൃദ്ധിയോടെ ആവണമെന്ന് എല്ലാവരും തന്നെ ആഗ്രഹിക്കുന്നു. ഗ്രഹങ്ങളുടെ ചലനങ്ങൾ പ്രകാരം വളരെ പ്രധാനമായ ഒരു വർഷം തന്നെയാണ് പിറക്കുന്നത്. ജ്യോതിഷപ്രകാരം ചില നക്ഷത്രക്കാർക്ക് 2024 ശുക്രദശ തെളിയുന്ന സമയമായിരിക്കും. ഇവർക്ക് ജീവിതത്തിൽ ഒട്ടനവധി സൗഭാഗ്യങ്ങൾ തേടി വരുന്നതായിരിക്കും. ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നിങ്ങൾക്കറിയുമോ? അശ്വതി. ഈ നക്ഷത്രക്കാർക്ക് ശനിയുടെ അനുകൂലത ഈ വർഷത്തിൽ ലഭിക്കുന്നതായിരിക്കും. അതിനാൽ തന്നെ 2024 നിങ്ങൾക്ക് സാമ്പത്തിക ഉന്നതി കൈവരുന്നതായിരിക്കും. ഈ വർഷം മുഴുവൻ നിങ്ങൾക്ക് ഗുണകരമായ നേട്ടങ്ങൾ ലഭിക്കും. ചില കാര്യങ്ങൾ ഏറ്റവും അനുകൂലമായി ഭവിക്കുന്ന സമയമാണ് ഇത്. നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം നേടാനാകും. തൊഴിൽപരമായ ഉയർച്ചയുണ്ടാകും. ഏപ്രിൽ അവസാനം വരെ വ്യാഴം ജന്മരാശിയിൽ തുടരുകയാൽ ചില പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. എന്നിരുന്നാലും ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് നീങ്ങിയാൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി മാറും. ശുക്രൻ അനുകൂലമാകുന്നതിനാൽ ധാരാളം ഗുണഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. വിദ്യാഭ്യാസത്തിൽ ആഗ്രഹിച്ച നേട്ടങ്ങൾ ലഭിക്കും. അവിവാഹിതർക്ക് വിവാഹം നടക്കാൻ ഈ വർഷം യോഗമുണ്ടാകും. ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കും. ഈ സമയം ശരിയായ രീതിയിൽ നിങ്ങൾ ശ്രമിച്ചാൽ വച്ചടി കയറ്റം നേടാനാകും. പഠനവുമായോ ജോലി ആവശ്യത്തിനായോ വിദേശത്ത് പോകാൻ അവസരമുണ്ടാകും. കടബാധ്യതകളിൽ നിന്നെല്ലാം മുക്തി നേടാനും ഉയർച്ച കൈവരിക്കാനും ഈ വർഷം അശ്വതി നാളുകാർക്ക് സാധിക്കും. ഭരണി. ഈ സമയം ഭരണി നക്ഷത്രക്കാർക്ക് അനുകൂലമാണ്. പലരിൽ നിന്നും നിങ്ങൾക്ക് അംഗീകാരങ്ങൾ ലഭിക്കും. തൊഴിൽപരമായി അനുകൂലമാണ് സമയം. സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർക്ക് ഈ സമയം നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാധിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് സ്ഥാനക്കയറ്റത്തിന് അവസരം ലഭിക്കും. ജോലി അന്വേഷിക്കുന്നവർക്ക് ഈ വർഷം പ്രതീക്ഷിച്ച ജോലി ലഭിക്കും. പല കാര്യങ്ങളും നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കും. പ്രണയ സാഫല്യം, വിവാഹസിദ്ധി എന്നിവ കൈവരിക്കാൻ ഈ വർഷം നിങ്ങൾക്ക് സാധിക്കും. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട നല്ല വാർത്തകൾ നിങ്ങൾക്ക് കേൾക്കാനാകും. ആരോഗ്യപരമായും ഈ സമയം നിങ്ങൾക്ക് നല്ലതായിരിക്കും. ധനപരമായ ഉയർച്ചയും നേടാൻ ഭാഗ്യമുള്ള ഒരു വർഷമാണ് ഇത്. അപ്രതീക്ഷിതമായി ധനം നിങ്ങളുടെ കൈകളിൽ വന്നു ചേരും. രോഹിണി. ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജീവിതത്തിൽ സമ്പത്ത് നേടാനാവുന്ന ഒരു ഭാഗ്യവർഷമാണ് 2024. അപ്രതീക്ഷിതമായി നിങ്ങളുടെ കൈകളിൽ ധനം വന്നു ചേരും. എതിർപ്പുകളെയെല്ലാം മറികടന്ന് നിങ്ങൾക്ക് ലക്ഷ്യത്തിലെത്താൻ സാധിക്കും. പേരും പ്രശസ്തിയും നേടാനാകും. സമ്മർദ്ദങ്ങളെയെല്ലാം തരണം ചെയ്യാൻ സാധിക്കും. വിദേശത്ത് പോകാൻ അവസരങ്ങളുണ്ടാകും. ശ്രദ്ധയോടെ മുന്നോട്ട് നീങ്ങിയാൽ ശുഭകരമായ ഫലങ്ങൾ ലഭിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും ഇത്. ബിസിനസ്സുകാർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരും. ബിസിനസ് വിപുലീകരിക്കാൻ സാധിക്കും. അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിച്ചാൽ വിജയം നിശ്ചയമാണ്. ഈ സമയം ധനപരമായും തൊഴിൽപരമായും ഉയർച്ച ലഭിക്കുന്ന ഒരു സമയമായതിനാൽ സമ്പാദ്യങ്ങൾ ശേഖരിക്കാൻ അനുകൂലമായ ജീവിതകാലം തന്നെയാണിത്. തിരുവാതിര. തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണാനുഭവങ്ങളും സാമ്പത്തികപരമായ നേട്ടങ്ങളും വന്നു ചേരുന്ന ഒരു വർഷം തന്നെയായിരിക്കും ഇത്. പഠനവുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങളുണ്ടാകും. തൊഴിൽപരമായി ഉയർച്ച ലഭിക്കുന്ന ഒരു സമയമായിരിക്കും ഇത്. രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് സമയം അനുകൂലമാണ്. വിവാഹത്തിനായി പരിശ്രമിക്കുന്നവർക്ക് ഈ സമയം അവർ ആഗ്രഹിക്കുന്ന പങ്കാളിയെ ലഭിക്കാൻ അവസരങ്ങളുണ്ടാകും. പുതിയ വീട്ടിലേക്ക് താമസം മാറാനുള്ള അവസരമുണ്ടാകും. ഈ കാലയളവിൽ നിങ്ങളുടെ ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും മുടങ്ങാതെ ആരാധിക്കുന്നതിലൂടെ പല വഴികളിലൂടെ നിങ്ങൾക്ക് ധനം വന്നു ചേരും. എന്നാൽ എല്ലാ കാര്യങ്ങളിലും ആലോചിച്ച് തീരുമാനം എടുക്കണം. ബിസിനസ് ചെയ്യുന്നവർക്കും സമയം അനുകൂലമാണ്. വിദേശത്ത് പോകാനുള്ള അവസരങ്ങളുണ്ടാകും. ഈ സമയം വന്നു ചേരുന്ന അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുന്നതിലൂടെ തീർച്ചയായും നിങ്ങൾക്ക് ഈ വർഷം ശുഭഫലങ്ങൾ മുടക്കമില്ലാതെ ലഭിക്കുന്നതായിരിക്കും. ആയില്യം. 2024 ഏപ്രിൽ മാസം ആയില്യം നക്ഷത്രക്കാർ അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ
മറ്റു മാസങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായ സമയമാണ്. സന്താനങ്ങളുടെ ജോലി, വിവാഹം എന്നിവ സംബന്ധിച്ച് നല്ല വാർത്തകൾ കേൾക്കാനായേക്കാം. വ്യാഴത്തിൻ്റെ ശക്തമായ നേട്ടങ്ങളോടെ നിങ്ങൾ ജീവിതത്തിൽ മുന്നേറും. ജോലിയിൽ ഉയർച്ച ലഭിക്കും. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകാൻ സാധിക്കും. കടക്കെണിയിൽപ്പെട്ടവർക്ക് ഈ സമയം അതിൽ നിന്നെല്ലാം ആശ്വാസം ലഭിക്കും. കടങ്ങൾ വീട്ടാനുള്ള വഴികൾ കണ്ടെത്തും. വീട്, വാഹനം എന്നിവ സ്വന്തമാക്കാനാകും. കുടുംബം, സുഹൃത്തുക്കൾ എന്നിവർക്കൊപ്പം യാത്ര പോകാനാകും. വിദേശത്ത് പോകാൻ അവസരം കൈവരും. ബിസിനസ് വിപുലീകരിക്കാൻ സാധിക്കും. പുതിയ കാര്യങ്ങൾ ചെയ്യാനാകും. എന്നാൽ നിങ്ങൾ കൂടെയുള്ളവരെയും മറ്റും വളരെയധികം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ തിരിച്ചടി നേരിടേണ്ടി വന്നേക്കാം. ശ്രദ്ധയോടെ മുന്നോട്ടു പോയാൽ ഈ സമയം നിങ്ങൾക്ക് ആഗ്രഹിച്ച ഫലം തന്നെ ലഭിക്കുന്നതായിരിക്കും. മൂലം. ഈ വർഷം മൂലം നക്ഷത്രക്കാർക്ക് അനുകൂലമായ കാലമാണ്. ജീവിതത്തിൽ പല നല്ല മാറ്റങ്ങളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നക്ഷത്രാധിപനായ കേതുവിന് ബുധക്ഷേത്രത്തിൽ സ്ഥിതി ഉള്ളതിനാൽ ബുദ്ധിപരമായ നീക്കങ്ങൾ നടത്തുവാൻ നിങ്ങൾക്ക് കഴിയും. വിദ്യാർത്ഥികൾക്ക് സമയം അനുകൂലമാണ്. ഉപരിപഠനത്തിനായി നല്ല അവസരങ്ങൾ ഉണ്ടാകും. ബിസിനസ്, തൊഴിൽ എന്നിവയിൽ സമയം നല്ലതു തന്നെയാണ്. എന്നാൽ ആരെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക. അമിതമായി ആരെയും ആശ്രയിക്കാതെ ഇരിക്കുക. നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരിൽ നിന്ന് പിന്തുണ ലഭിക്കും. ജൂൺ മാസത്തിൽ ചില അസ്വസ്ഥതകൾ ഉണ്ടാകും. എന്നാൽ നിങ്ങൾ ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയാൽ തടസ്സങ്ങളെയെല്ലാം ജയിക്കാൻ സാധിക്കും. ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു ചേരുമെങ്കിലും അതിൽ നിന്നെല്ലാം ആശ്വാസം ലഭിക്കും. ബിസിനസ്സിൽ സമയം അനുകൂലം തന്നെയാണ്. പല വഴികളിലൂടെ ധനം കൈകളിലേക്ക് വന്നു ചേരും. ഇഷ്ടദേവതയെ ആരാധിച്ച് മുന്നോട്ട് പോകുക. വിജയം നിശ്ചയം തന്നെ ആയിരിക്കും. തിരുവോണം. തിരുവോണം നക്ഷത്രക്കാർക്കും 2024 സമയം അനുകൂലമാണ്. നിങ്ങളുടെ ഇച്ഛാശക്തി ഈ സമയം വർദ്ധിക്കും. സജീവവും ക്രിയാത്മകവുമായി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. പുതിയ തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ സാധിക്കും. നന്നായി പരിശ്രമിച്ചാൽ തീർച്ചയായും വിജയം കൈക്കലാക്കാൻ അനുകൂല സമയം തന്നെയാണിത്. നിക്ഷേപങ്ങളിൽ നിന്നും ആദായം വന്നു ചേരും. സാമ്പത്തിക ക്ലേശങ്ങൾ പരിഹരിക്കാൻ സാധിക്കും. തൊഴിൽപരമായി നേട്ടങ്ങൾ, വിവാഹസിദ്ധി, സന്താനസിദ്ധി എന്നിവയ്ക്കെല്ലാം അനുകൂലം തന്നെയാണ് സമയം. വസ്തു വാങ്ങാനും വിൽക്കുവാനും അനുകൂലമാണ് സമയം. ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും ആരാധിക്കുക. പല വഴികളിൽ നിന്നും നിങ്ങൾക്ക് കൈകളിൽ ധനം വന്നു ചേരും.